മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആത്മാവിലുള്ളത് എങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യണം എന്ന 2 എപ്പിസോഡ് പറഞ്ഞ് പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. നിങ്ങളത് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്ന് അടുത്ത 2 എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മിസ്റ്ററി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റേതായിട്ടുള്ള ചില മർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ സ്റ്റഡീസൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് വേറെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ദൈവം പല കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ പ്രധാനമായിട്ട് ആദ്യം ആരെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ റെഫറൻസിലേക്ക് പോകുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായമാണ്. എബ്രായർ 11-ാം അധ്യായത്തിലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നതിന്. ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ ആൻഡ് എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. കാണാത്ത കാര്യങ്ങൾ എന്താണ്, ആശിക്കുന്നത് എന്താണ്, കാണാത്ത കാര്യങ്ങൾ എന്താണ്, അതാണ് വിശ്വാസം. ഈ ആശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം ആശിക്കുന്നതും കാണാത്ത കാര്യങ്ങളും എല്ലാം എറ്റേണിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്ത കാര്യങ്ങളാണ്, ഈ ലോകത്തിലുള്ള കാര്യങ്ങളല്ല. അല്ലെങ്കിൽ അത് ഇങ്ങനെ എഴുതണമായിരുന്നു: വിശ്വാസം എന്നതോ മോഹിക്കുന്നതിൻ്റെ ഉറപ്പ്. ആശിക്കുന്നതിന് പകരം ഡിസയറിങ് എന്ന് എഴുതണമായിരുന്നു. ഇവിടെ ഹോപ്പ് എന്നുള്ളൊരു വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നതായിട്ടുള്ള ഐറ്റംസ്, എറ്റേണിറ്റിയിലുള്ളതാണ്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ അത് കാണാത്ത കാര്യങ്ങൾ എവിഡൻസ് നമുക്ക് കിട്ടി. നിങ്ങൾക്കൊരു ആമസോണിൽ നിന്നൊരു സാധനം അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു സാധനം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇൻവോയ്സ് കിട്ടുന്നില്ലേ? ഇൻവോയ്സ് കിട്ടുമ്പോൾ ആ ഇൻവോയ്സിനകത്ത് എന്തോ എഴുതിയേക്കുന്നത്? ഈ സാധനത്തിൻ്റെ വിലയും കാര്യങ്ങളും, അത് ഇത്രാം തീയതി നിങ്ങൾക്ക് ഡെലിവറി ആവും, അല്ലെങ്കിൽ അത് ചിലപ്പം ആ ഡെലിവറി ഇല്ലെങ്കിൽ പോലും അതിൻ്റെ വാല്യൂ കാര്യങ്ങളും നിങ്ങളുടെ പേരും ഒക്കെ വെച്ചൊരു ബില്ല് വരും. അത് ഒരു എവിഡൻസാണ്, നിങ്ങൾക്കൊരു സാധനം വരുമെന്നുള്ള എവിഡൻസാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇത് സംസാരിച്ചതാണ്. ഈ എവിഡൻസ് ഓൾറെഡി യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് തന്നു കഴിഞ്ഞതാണ്. എവരിത്തിങ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് ദൈവം എല്ലാം തന്നതാണ്. ഇറ്റ് ഈസ് ഓവർ. അത് നമ്മുടെ ആത്മാവിൽ തന്നിരിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും തരണമെന്ന് പ്രാർത്ഥിക്കാതെ ആ ആത്മാവിൽ തന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ഇനി കൊണ്ടുവരികയാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ ഓൾറെഡി പൈസ പേ ചെയ്തു, നിങ്ങൾക്ക് ഓൾറെഡി ഇൻവോയ്സും വന്നു കഴിഞ്ഞു. പിന്നെയും നിങ്ങൾ ആ സാധനം വേണേന്നും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ അപ്പനാണിത് ചെയ്തെന്നിരിക്കട്ടെ, നിങ്ങളുടെ അപ്പൻ ചെയ്തതാണ്, ഇൻവോയ്സ് നിങ്ങളുടെ പേരിൽ അയച്ചിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ അപ്പൻ്റെ കൂടെ പറയാം നിങ്ങൾക്കത് വേണം, അത് വേണം, അത് വേണം. അതിനേക്കാൾ നല്ല നിങ്ങൾ പോയിട്ട് ആമസോണിൻ്റെ ഔട്ട്ലെറ്റിൽ അവർ ഹൗസിൽ വീട്ടിൽ ഡെലിവറി തന്നില്ലെങ്കിൽ അവിടെ കിടപ്പുണ്ട്, ആ സാധനം പോയി എടുത്താൽ പോരെ. അത് നമ്മൾ ചെയ്യത്തില്ല. സോ ഫെയ്ത്ത് ഈസ് ദ essential aspect of belief and relationship with God. ദൈവവുമായിട്ടുള്ള ബന്ധവുമായിട്ടുള്ള ഒരു എസെൻഷ്യലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ഈ എബ്രായർ ലേഖനം 1-ാം അധ്യായത്തിൽ എടുക്കുമ്പോഴേ അതിനകത്ത് ഒരുപാട് ആ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോഴേ അതിനകത്ത് ഒത്തിരി കണ്ടൻറ്റുകളുണ്ട്. ഫെയ്ത്തിൻ്റെ അതിനൊത്തിരി കണ്ടൻറ്റുകളുണ്ട്. അന്നേരം ഈ ഫെയ്ത്തിൽ അവർക്ക് റിപ്പോർട്ട് കിട്ടിയ കാര്യം എഴുതിയിട്ടുണ്ട്. അദൃശ്യമായ ലോകത്തിലെ കാര്യമുണ്ട്. ക്രിയേഷനകത്ത് ഫെയ്ത്ത് വർക്ക് ചെയ്തതുണ്ട്. പിന്നീട് ദൈവത്തിൻ്റെ ഓഫറിങ്ങിനകത്ത് ഫെയ്ത്ത് വന്നിരിക്കുന്ന കാര്യമുണ്ട്. എറ്റേണിറ്റിയിലെ മരണമില്ലാത്ത ഫെയ്ത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തെ അനുസരിക്കുന്ന ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തിൽ കിട്ടുവാനുള്ള കാര്യങ്ങൾ ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ദൈവവുമായിട്ട് നിത്യമായിട്ട് ജീവിക്കുന്ന ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ ലോകത്തിലെ വിശ്വാസത്തിൽ നേടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഫെയ്ത്തിൽ കൂടി നേടുന്ന കാര്യങ്ങളോ എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി, ഇമോഷണലി, വിത്തിൻ മൈൻഡ് ആൻഡ് ഫിസിക്കലി ഫെയ്ത്ത് വഴി കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അതിൽ പറയുന്നുണ്ട്. ഇത് ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ലോകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അത് ടെമ്പററിയും അതിൽ തന്നെ തീരുന്നതുമാണ്.
അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. കാറായാലും വീടായാലും ജോലിയായാലും എന്തായാലും ആരോഗ്യമായാലും എല്ലാം ഈ ലോകത്തിൽ അതങ്ങ് തീർന്നു പോകുന്ന, ഇല്ലാതെ പോകുന്ന. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്നതും ഒരിക്കലും നശ്വരമാകാത്ത കാര്യങ്ങൾ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഫാക്റ്റ് ഈ എബ്രായർ 11 എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഹോപ്പ് വി ആർ. നമ്മൾ എന്നേക്കും ദൈവത്തോടൊപ്പം ജീവിക്കും. അവൻ്റെ പ്രത്യാശയിൽ നമ്മൾ കാണും. ഈ ലോകത്തെ നിർമ്മിച്ചതുപോലെ തന്നെ നമ്മളെയും ദൈവം നിർമ്മിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൂടെ ആക്കിയിരിക്കുമ്പോഴേ കർത്താവിനെ പോലെ നമ്മൾ അനുരൂപരായി ദൈവത്തോടൊപ്പം എന്നും കാണും എന്നുള്ള ആ ഒരു വിശ്വാസവും ആ ഒരു പ്രത്യാശയുമാണ് ഹോപ്പ് ഫോർ എറ്റേണിറ്റി എന്ന് പറയുന്നത്. ദൈവം ആദ്യമേ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ആദാമും ഹവ്വായും ദൈവത്തിൻ്റെ ഫെലോഷിപ്പിൽ തന്നെ ജീവിച്ചു. പാപം അവിടെ കയറി, മനുഷ്യൻ അവിടെ നിന്ന് തെറ്റിപ്പോയി. എന്നാൽ അന്ന് തൊട്ടേ ദൈവം പ്ലാൻ ചെയ്താണ് എറ്റേണലായിട്ട് ഈ മനുഷ്യനെ മരണമില്ലാത്ത അവസ്ഥയിൽ എന്നും എന്നോടുകൂടെ ജീവിക്കണം എന്ന് ആദാമിനും ഹവ്വായ്ക്കും കിട്ടിയതുപോലെ തന്നെ ഒരു അനുഭവത്തിൽ, അതിനേക്കാളും ഉത്കൃഷ്ടമാണ് ഇപ്പോഴത്തെ നമ്മുടെ അനുഭവം, അത് പിന്നെ പറയാം. അന്നേരം അതുപോലൊരു അനുഭവത്തിൽ നമ്മൾ ജീവിക്കാനായി ദൈവം ആഗ്രഹിച്ചു. അത് ദൈവം നടത്തിയെടുക്കും. അതിനുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഒരു ഫെയ്ത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഫെയ്ത്തിൻ്റെ കണ്ടന്റിലേക്ക് പ്രവേശിക്കുകയാണ്. ബൈബിളിലെ ഒരുപാട് ഫെയ്ത്തിൻ്റെ ഒരുപാട് എക്സാമ്പിൾസും ഫെയ്ത്തിനെ കുറിച്ചൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനതൊന്ന് ഡിഫൈൻ ചെയ്യാൻ ഡിഫറെൻറ്റ് ഡയമെൻഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, അന്നേരം ഈ ഫെയ്ത്തിനോട് ചേർന്ന് എപ്പോഴും ഒരു കൃപ എന്ന് പറഞ്ഞൊരു പേര് വരുന്നുണ്ട്, ഗ്രേസ് ആൻഡ് ഫെയ്ത്ത്. ഈ ഗ്രേസ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ദൈവം നമുക്ക് തരുന്ന വെച്ചാൽ ദൈവം നമുക്കൊരു നമ്മളെ ദൈവത്തോട് ബന്ധിക്കുന്ന ഒരു റോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം, കെട്ടുന്ന, ദൈവവുമായിട്ട് ചേർന്നിരിക്കാൻ നമ്മളെ കെട്ടുന്ന കാര്യം. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും സംശയിക്കുന്നതും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതുമായിട്ടുള്ള ഒരുപാട് റിലേഷണൽ ആസ്പെക്റ്റ് ആ മനുഷ്യരിലുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും തെറ്റ് ചെയ്യാനുമുള്ള പ്രേരണ എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതിന് അവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ആൾക്കാർ, എന്നാൽ ഫെയ്ത്ത് ഉള്ള ആൾക്കാർക്ക് ദൈവം അത് ക്ഷമിച്ച് ആ റോപ്പ് കൊണ്ട്, ഗ്രേസ് എന്ന് പറഞ്ഞ റോപ്പ് കൊണ്ട് നമ്മളെ ദൈവവുമായിട്ട് ബന്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന പാപങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കുകയും നിന്നെ സ്നേഹിച്ച് ദൈവസന്നിധിയിൽ നിലനിർത്തുകയും ചെയ്യുന്ന കൃപ. ഇതാണ് കൃപ. നമ്മളെ ദൈവം നീതിമാന്മാരെന്നങ്ങ് എണ്ണുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പാപമില്ലാത്തവർ എന്നങ്ങ് എണ്ണുകയാണ്, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിനാൽ, അല്ല നിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല. അതിനാണ് ഗ്രേസ് എന്ന് പറയുന്നത്. എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഫെയ്ത്ത് ഈസ് ദ റോപ്പ് വി യൂസ് ടു ഹോൾഡ് ടു ഗോഡ്. നമ്മൾ ദൈവവുമായിട്ട് കെട്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കെട്ടുകയാണ്. കർത്താവേ, എനിക്ക് ഇതിനോട് വിശ്വാസമുണ്ട്, നീ എനിക്ക് അത്ഭുത കാര്യങ്ങളെ ചെയ്യാനായിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി ആ കയറ് ദൈവമായിട്ട് അങ്ങ് കെട്ടുകയാണ്. ദൈവത്തെ ഞാൻ അസ്യൂം ചെയ്തിട്ട് അങ്ങ് പറയുകയാണ്, അങ്ങനെ കെട്ടുകയാണ്. അതാണ് ഫെയ്ത്ത്. അങ്ങനെ നമ്മൾ കെട്ടി അങ്ങോട്ട് റോപ്പ് വെച്ച് കെട്ടിയിരിക്കുമ്പം നമ്മൾ അറിയാതെയൊക്കെ ഇങ്ങനെ ചിലപ്പം തെറ്റും പാപങ്ങളൊക്കെ വീഴുമ്പം ദൈവം ആ ഗ്രേസ് എന്ന റോപ്പ് കൊണ്ട് നമ്മളെ അങ്ങ് ബന്ധിക്കും. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് ആദ്യത്തെ ഫെയ്ത്തിൻ്റെതായിട്ടുള്ള ഫസ്റ്റ് മിസ്റ്ററി എന്ന് പറയുന്ന മർമ്മം എന്ന് പറയുന്നത്. ദൈവവും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും കംപ്ലീറ്റ് ചെയ്യുന്ന ഒന്നാണ് വിശ്വാസം. ആ വിശ്വാസമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് 5 ടൈപ്പ് ഫെയ്ത്തിനെ കുറിച്ച് ബൈബിളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അന്നേരം 5 ടൈപ്പ് ഫെയ്ത്ത് ഇന്നും വേറെ നാളെയുള്ള എപ്പിസോഡിൽ കവർ ചെയ്ത് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 5 ഫെയ്ത്ത് ആസ്പെക്റ്റ് നമ്മൾ ബൈബിളിൽ കാണാം. പെട്ടെന്ന് ഞാൻ ഓടിച്ചു പറയാം, എനിക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ടില്ല, പെട്ടെന്ന് ഓടിച്ചു പറയാം. ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് സേവിങ് ഫെയ്ത്താണ്. സേവിങ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വാസം മൂലം നമ്മളെ രക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്ന ഫെയ്ത്ത്. വിശ്വാസം മൂലം നമ്മൾ രക്ഷ പ്രാപിക്കുന്ന ഫെയ്ത്ത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെയ്ത്താണ്. അതൊരു ബേസിക് ഫെയ്ത്താണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ബിലീവിങ് ജീസസ് ക്രൈസ്റ്റ് ആസ് ലോർഡ് ആൻഡ് സേവിയർ, കർത്താവും രക്ഷിതാവുമായ യേശുവിൽ വിശ്വസിക്കുക. ഇത് നമ്മളെ എങ്ങോട്ടേക്ക് നയിക്കും? നമ്മുടെ രക്ഷയിലേക്ക് നയിക്കും. രക്ഷയിലേക്ക് നയിക്കാനായിട്ട് വേണ്ട എന്താണ്? വിശ്വാസം, വിശ്വാസം, വിശ്വാസം.
ദ ഫെയ്ത്ത്. എഫേസ്യർ 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നുമല്ല, നിങ്ങളൊന്ന് വിശ്വസിക്കുന്നു, ദൈവമാ ബാക്കിയെല്ലാം ചെയ്യുന്നത്. കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, ദൈവത്തിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ദൈവം നിങ്ങളെ മക്കളാക്കി മാറ്റും. ദാറ്റ് ഈസ് കാൾഡ് ദ സേവിങ് ഫെയ്ത്ത്. സിമ്പിൾ സേവിങ് ഫെയ്ത്ത്. അതൊരു ഡയമെൻഷനാണ്, ഫെയ്ത്തിൻ്റെ ഒരു ഡയമെൻഷനാണ്. രണ്ടാമത് കാണുന്നതാണ് ലിവിങ് ഫെയ്ത്ത്, ജീവിക്കുന്ന വിശ്വാസം. ഈ ജീവിക്കുന്ന വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം പ്രവർത്തികളാൽ കാണിക്കണം. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് പെരയ്ക്കാതിരിക്കുകയല്ല, നമ്മുടെ പ്രവൃത്തിയിൽ കൂടി വിശ്വാസം പ്രദർശിപ്പിക്കപ്പെടണം. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ പുറത്തിട്ട് ചവിട്ടിക്കളയാമെന്നാണ് യേശു പറഞ്ഞത്, അല്ലേ? വിളക്ക് പ്രകാശം നൽകാതെ പോയാൽ ആ വിളക്ക് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരുടെ മേൽ പ്രകാശിക്കട്ടെ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ മത്തായി 5:14. അപ്പോഴും ദൈവം നമ്മളെ വെളിച്ചമായിട്ടും ഉപ്പായിട്ടും വെച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ ഉപ്പായിട്ട് തന്നെ ജീവിക്കണം, വെളിച്ചമായിട്ട് തന്നെ ജീവിക്കണം. നമ്മുടെ ജീവിതങ്ങൾ കൂടി, ആക്ഷനിൽ കൂടി നമ്മളത് കാണിക്കണം, നീതിയുള്ള ഒരു ജീവിതമാണ് എന്നത്. വാക്ക് ദ ടോക്ക്, പറഞ്ഞാൽ പോരാ, നടന്ന് കാണിക്കണം. ആക്ഷൻസ് ആർ ലൗഡർ ദാൻ വേർഡ്സ്. വാക്കുകളെക്കായും ശബ്ദമുണ്ട് പ്രവർത്തിക്ക്. യാക്കോബിൻ്റെ ലേഖനം 2:26 ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാവും. ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്, അതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. ഒരു വിശ്വാസം പ്രവൃത്തിയുടെ പ്രവൃത്തി മാത്രം പോരാ കേട്ടോ. നമ്മൾ ഈ പാവങ്ങളെ സഹായിക്കുന്നു, അത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പൊഹ. ഞാൻ പാവങ്ങളെയെല്ലാം സഹായിക്കുന്നു, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, ആളുകളെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, എല്ലാം നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലാത്ത ദൈവം ഇല്ലെന്ന് പറയുന്നതിനും ചെയ്യുന്നുണ്ട്. നീ മാത്രമല്ല ചെയ്യുന്നത്, ദൈവം ഇല്ലെന്ന് പറയുന്നവരും ചെയ്യുന്നുണ്ട്, വേറെ പിശാചിനെ വർഷിപ്പ് ചെയ്യുന്നവരും ചെയ്യുന്നുണ്ട്. അതൊക്കെ അതുകൊണ്ട് അതൊരു ലിവിങ് ഫെയ്ത്ത് ഒന്നുമല്ല, അത് കർമ്മമാർഗമാണ്. കർമ്മമാർഗത്തിൽ കൂടി ആർക്കും ദൈവത്തിൻ്റെ അരികെ ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തികൾ കൂടെ കാണിക്കണം. ദാറ്റ് ഈസ് ദ ലിവിങ് ഫെയ്ത്ത്. മൂന്നാമത്തെ വിശ്വാസം സ്ട്രോങ് ഫെയ്ത്ത്, ശക്തമായ വിശ്വാസം. ഈ സ്ട്രോങ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള അൺവേവറിങ്, അചഞ്ചലമായിട്ടുള്ള ആശ്രയം. ദൈവം പറഞ്ഞ എല്ലാ പ്രോമിസസും, എല്ലാ പ്രോഫസി, എല്ലാ വാഗ്ദത്തങ്ങളും, എല്ലാ പ്രവചനങ്ങളും ഉണ്ട്. അതിൽ ഏത് സാഹചര്യം എന്തൊക്കെയായാലും ഞാനതിൽ വിശ്വസിക്കുന്ന ഒരു അനുഭവം, അതിനാണ് സ്ട്രോങ് ഫെയ്ത്ത്. എല്ലാം നെഗറ്റീവാണ് എൻ്റെ ജീവിതത്തിൽ, എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളിലും ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ പ്രൊഫസികളും ഒന്നും നടക്കുന്നില്ല, എന്നാലും ഞാൻ വിശ്വസിക്കും. അതാണ് അൺവേവറിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അബ്രഹാമിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചിരുന്നു. അതിന് ശക്തമായ വിശ്വാസം എന്ന് പറയും. അബ്രഹാം എന്തോ ചെയ്തേ? റോമർക്കെഴുതിയ 4:20 ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 19 അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 100 വയസ്സായിട്ടും ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായവൻ വിശ്വാസത്തിലിരുന്നു. അവന് കുഞ്ഞുങ്ങളുണ്ടായി. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ, ഞാൻ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രബോധിപ്പിക്കുന്ന
നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ 10 വർഷം 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് ദൈവം നിങ്ങൾക്ക് ഉത്തരം തരികയാണ്. നിങ്ങൾ കർത്താവിൻ്റെ പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം എടുത്ത് നിങ്ങൾ അവനിൽ വിശ്വസിക്കണം. സ്ട്രോങ് ഫെയ്ത്ത്, ശക്തമായൊരു വിശ്വാസം നിങ്ങൾ പറയണം. ഞാൻ ഗർഭം ധരിക്കും, എനിക്ക് തലമുറകൾ ഉണ്ടാകുക തന്നെ ചെയ്യും. എനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ എൻ്റെ ഗർഭപാത്രത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്പേമിലെ ബീജത്തിലെ കൗണ്ട് കുറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവിടെ എല്ലാം ഒരു വലിയ അത്ഭുതം നടത്തും. ഒരു മിറക്കിൾ അവിടെ വരും. അതിൻ്റെ കൗണ്ട് കൂടും, അതിൻ്റെ മൊബിലിറ്റി വരും. ഞാൻ ഗർഭിണിയാവും, ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കും. അത് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു കുഞ്ഞായിരിക്കും. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് അവനെ ഞാൻ സമർപ്പിക്കും, അവൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ചെറിയ ഹല്ലേലൂയ ചെറിയൊരു കുഞ്ഞുടുപ്പ് വേണമെങ്കിൽ വാങ്ങിച്ച്, വിശ്വാസത്തിൽ വാങ്ങിച്ച് നിങ്ങളുടെ ബെഡ്റൂമിലൊന്ന് തൂക്കിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഈ മഹത്വം കാണാൻ പോയി. ആമേൻ ആമേൻ ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ആരോടൊക്കെയോ ഇന്ന് പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ആരോടൊക്കെയോ പ്രവചിച്ച് പറയുന്നു. നിങ്ങളുടെ ഗർഭപാത്രങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരികയാണ്. നിങ്ങൾ ഇന്ന് ശക്തി പ്രാപിക്കുകയാണ്. എൻ്റെ ഫെയ്ത്ത് വീക്കായിപ്പോയി, ഞാനൊരു സ്ട്രോങ് ഫെയ്ത്ത് ദൈവത്തിൻ്റെ പ്രോമിസിൽ ഞാൻ വിശ്വസിക്കുക. അബ്രഹാമിന് 100 വയസ്സായപ്പോഴും ശരീരം നിർജ്ജീവമായപ്പോഴും സാറായുടെ ഗർഭപാത്രം നിർജ്ജീവമായി പോയപ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ അങ്ങ് ഹേമിക്കുക. ആർക്കൊക്കെയോ വലിയൊരു വിടുതൽ പോകുന്നു. യേശു ക്രിസ്തു പറഞ്ഞ പോലെ ഏതോ ആർക്കോ ആ വിടുതൽ, ദൈവത്തിൻ്റെ വലിയ വിടുതൽ ഇന്ന് വന്നു ചേരുകയാണ്. നിങ്ങളങ്ങ് വിശ്വാസത്തിൽ ഏറ്റെടുക്കുമോ? 6 വർഷമോ 5 വർഷമോ 10 വർഷമോ ഒന്നും ദൈവത്തിന് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആ ഒരു സ്ട്രോങ് ഫെയ്ത്ത് അബ്രഹാമിനുണ്ടായ സ്ട്രോങ് ഫെയ്ത്ത്, അവൻ്റെ വിശ്വാസം, അവൻ്റെ പ്രോമിസിൽ നിൽക്കുവാനായിട്ടുള്ള ഇന്ന് ആ ഒരു വിശ്വാസം നമുക്ക് വേണം. 4ാമത്തെ ഫെയ്ത്ത് ലിറ്റിൽ ഫെയ്ത്ത്. ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ഫെയ്ത്താണ്. വീക്ക് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ബലഹീനമായ വിശ്വാസം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലെ യേശു അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്ന അൺബിലീഫ് എന്നാണ്. അല്പവിശ്വാസം, അൺബിലീഫ്. ഒരു കടുകുമണിയോളം വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ അൺബിലീഫാണ്. സൈസ് ഓഫ് എ മസ്റ്റാർഡ് സീഡ്, ലിറ്റിൽ ഫെയ്ത്ത്. ലിറ്റിൽ ഫെയ്ത്ത് ബിക്കോസ് ഓഫ് യുവർ അൺബിലീഫ് എന്നാണ് കിങ് ജെയിംസ് വെർഷനിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. ദൈവത്തിലൊന്നും വലിയ ആശ്രയമൊന്നുമില്ല. ദൈവം ഉണ്ടെന്നൊക്കെ പറയും. എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എല്ലാം നന്നായിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കും. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായി തീരുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കത്തില്ല, അത് നെഗറ്റീവായി മാറും. വേറെ പല മാർഗങ്ങൾ അന്വേഷിക്കും, കാര്യസാധ്യത്തിന് പല സ്ഥലത്തേക്കും പോകാനായിട്ടൊക്കെ ശ്രമിക്കും. അങ്ങനെ ഒരു ഫെയ്ത്താണ് ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസി. 6:30 മത്തായി 6:30 ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അല്പവിശ്വാസി, ലിറ്റിൽ ഫെയ്ത്ത്, ഇംഗ്ലീഷിലെ ലിറ്റിൽ ഫെയ്ത്ത് എന്നാണ്. എന്ന് വെച്ചാൽ തീരെ വിശ്വാസമില്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പെരിഫറിയിലാണ് നിൽക്കുന്നത്, പുറമെ. എല്ലാം ഇങ്ങനെ എത്തി നോക്കും. എല്ലാം കുഴപ്പമൊന്നുമില്ലെങ്കിൽ ശരി, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം എല്ലാം ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് നെഗറ്റീവായി വന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ഇതെന്തൊരു ദൈവം, ഇതിങ്ങനൊരു ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ? ഒരു പല സ്ഥലങ്ങളിൽ അന്നേരം ആ ദൈവമൊന്നും ശരിയാകത്തില്ല, വേറൊരു സ്ഥലത്തേക്ക് പോവാം. കാര്യസാധ്യത്തിന് വേറൊരിടത്തേക്ക്, അവിടെ പോയി ഒന്ന് നേർച്ച ഇട്ടേക്കാം, അവിടെ പോയി വിളക്ക് കത്തിച്ചേക്കാം. ഇതൊക്കെയുള്ള ചിന്തകൾ. ദിസ് ഈസ് ദ ലിറ്റിൽ ഫെയ്ത്ത്, വീക്ക് ഫെയ്ത്ത് എന്ന്. ഇങ്ങനൊരു ഫെയ്ത്ത് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് പ്രത്യേകം ഓർക്കുക. ഇനി 5ാമത്തെ ഒരു ഫെയ്ത്ത് ഉണ്ട്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനായിട്ടുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങളിത് കാണുക. നമ്മുടെ ഫെയ്ത്ത് ഏത് രീതിയിലാണ്? 5 ഫെയ്ത്തിൻ്റെ ഡയമെൻഷനാണ് ഞാൻ പറഞ്ഞത്. 1 സേവിങ് ഫെയ്ത്ത്, 2 ലിവിങ് ഫെയ്ത്ത്, 3 സ്ട്രോങ് ഫെയ്ത്ത്, 4 ലിറ്റിൽ ഫെയ്ത്ത്. 5ാമത് പറയുന്ന ഗ്രേറ്റ് ഫെയ്ത്ത് ആണ്. ഈ ഗ്രേറ്റ് ഫെയ്ത്ത്
അടുത്ത എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ കാരണം അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാനായിട്ടുള്ളതുകൊണ്ട്. അവിടെ നമ്മൾ ഈ ഫെയ്ത്തിലെ സേവിങ് ഫെയ്ത്ത് നമുക്ക് ആവശ്യമാണ്. എന്തിനാണ്? ദൈവത്തിനെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന അങ്ങനെ ഒരു ഫെയ്ത്ത്, അത് നമ്മുടെ ജീവിതത്തിൽ കൂടി ഡെമൺസ്ട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. എല്ലാം പ്രതികൂലങ്ങൾ വന്നാലും നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെയ്ത്ത് വേണ്ട ആവശ്യമാണ്. ഈ 3 കാര്യങ്ങൾ, ഈ 3 ഫെയ്ത്തും ഓക്കെ. എന്നാൽ ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളെ ഉദ്ദേശിച്ചുള്ളതല്ല. ഇന്ന് നിങ്ങളുടെ ഫെയ്ത്ത് ഏത് രീതിയിലാണ് നിങ്ങളൊന്ന് വിശകലനം ചെയ്യുക. ഞാൻ നേരത്തെ കുറച്ച് നേരം പ്രാർത്ഥിച്ചല്ലോ, ഈ സ്ട്രോങ് ഫെയ്ത്തിൽ നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകാൻ. എല്ലാം പ്രതികൂലമാണെങ്കിലും ഞാൻ കർത്താവിൻ്റെ പ്രോമിസിൽ നിലനിൽക്കുമെന്ന് പറയാൻ നമ്മളെ കൊണ്ട് ഇടവന്നാൽ നമുക്ക് സഹായിച്ചെങ്കിൽ ദൈവം വൻകാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ ഫെയ്ത്തിൻ്റെ മിസ്റ്ററിയെക്കുറിച്ച് ഞങ്ങളെ പഠിക്കുമ്പോഴേ ഞങ്ങളോട് നീ കൂടുതലായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണം. ഈ വിശ്വാസം കർത്താവെ ഞങ്ങളെ കർത്താവുമായിട്ട് ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒന്നാവുന്നു, ഞങ്ങൾ തന്നെ ഓഫർ ചെയ്യുന്ന ഒന്നാവുന്നു കർത്താവെ. എന്നാൽ നീ വേണ്ട സമയത്ത് ഞങ്ങൾക്ക് കൃപ തന്ന് ഞങ്ങളെ കെട്ടിയിരിക്കുന്ന ഓർത്ത് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസം ഞങ്ങളെ ജീവിതത്തിൽ കൂടി പ്രദർശിപ്പിക്കാനും എല്ലാ പ്രതികൂലങ്ങൾ വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രോമിസിൽ നിന്നുകൊണ്ട് ജീവിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ഫെയ്ത്ത് ഞങ്ങളെ മുമ്പോട്ട് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫെയ്ത്തിലാണ് ഞങ്ങൾ ബലപ്പെടേണ്ടത് കർത്താവെ. ഇത് ഞങ്ങളുടെ ജീവിതങ്ങളിലെ കർത്താവ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫെയ്ത്ത് വരുമ്പോഴാണല്ലോ കർത്താവ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഈ ഫെയ്ത്ത് വരുമ്പോഴാണല്ലോ ഞങ്ങൾ ആത്മീയ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത് കർത്താവ്. അതിനാൽ ധാരാളമായിട്ടുള്ള വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തരണം. ഇനി തുടർമാനമായിട്ട് ഞങ്ങൾ ഗ്രേറ്റ് ഫെയ്ത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴേ അത് കർത്താവ് ഞങ്ങൾ കൂടുതലായിട്ട് ക്രിയേറ്റ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി വാച്ച് ചെയ്യുക. അടുത്ത എപ്പിസോഡ് കൂടെ നിങ്ങൾ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളാവും, നന്മകളാവും. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളെ ഫോൺ വിളിക്കാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ രാത്രി 10 മണിക്ക് ശേഷം വിളിക്കാനായിട്ട് ശ്രമിക്കണമേ. അല്ലാതെ വിളിക്കുകയാണെങ്കിലും വോയിസ് കോൾ ഇട്ടാൽ മതി, അതിന് റിപ്ലൈ തരാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.